പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി വഴിയെങ്ങും വിടർത്താം വളർത്താം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാലെന്തും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺ കരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം നാരീ മുതലാണിനൊരു നിഴലാവതൊരു കഥയായി നാടിനൊരു നവജീവ സങ്കര ഭീതി ഉണരുകയായി മൂടുമിരുളിലുമേതു മറവിലുമാകെ കതിരുകളായി മാറി വരുമൊരു മൂല്യ സംക്രമരാശി വിടരുകയായി അലസത വിടിയാം അവലത കളയാം പുതുനാടാകാശം തരിശുകൾ ഹരിതൻ മനസ്സുകൾ സഫലം തുടരാനീ നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാലെന്തും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുറിപ്പൂവൻ തിരയലയായി പെൺ കരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം പുതു തുടക്കം. നമസ്കാരം. നാട്ടുകൂട്ടങ്ങളും തറക്കൂട്ടങ്ങളുമൊക്കെയായിരുന്നു പണ്ട് നാട്ടിൽ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഇത്തരം സഭകൾക്ക് ജനാധിപത്യ സ്വഭാവം തീരെ ഉണ്ടായിരുന്നില്ല. ജനകീയ ആസൂത്രണമാണ് ഗ്രാമസഭകൾ കൊണ്ടുവന്നത്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെ ഗ്രാമസഭകളും അയൽക്കൂട്ടങ്ങളും ജനാധിപത്യത്തിന്റെ ചാലകശക്തിയായി മാറി. എന്നാൽ ഇവയിൽ ഏറ്റവും മനോഹരമായ ആവിഷ്കാരമാണ് കുടുംബശ്രീ. ദൂരദർശനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലം ജില്ലയുടെ കിഴക്കേയറ്റത്തുള്ള മലയോര പ്രദേശമാണ് ഇട്ടിവ. അതിപുരാതനമായ ഒരു ഗുഹാക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്, കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. സ്വാഗതം ചെയ്യാം ഐതിഹ്യങ്ങളുടെ നാടായ ഇട്ടിവ CDSനെ ഈ വേദിയിലേക്ക്. ഇട്ടിവ CDS മൊത്തം ADS 21, അയൽക്കൂട്ടം 391, BPL അംഗങ്ങൾ 3792, APL അംഗങ്ങൾ 900, SC അംഗങ്ങൾ 280, ST അംഗങ്ങൾ ഇല്ല. ഇട്ടിവ CDSന്റെ കുടുംബശ്രീ പ്രവർത്തകരെ നമുക്കൊന്ന് പരിചയപ്പെടാം. S. സുശീലാദേവി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ, നിമീല ബീവി വൈസ് ചെയർപേഴ്സൺ, S. രമണി പുതിയ ചെയർപേഴ്സൺ, ലളിതമ്മ കെ മുൻ ചെയർപേഴ്സൺ, S. അരുണാദേവി പഞ്ചായത്ത് പ്രസിഡന്റ്. നമുക്കിനി നമ്മുടെ വിധികർത്താക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ലാറി ബക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ നിവേദിത P. ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, തൃശൂർ കേരള കാർഷിക സർവകലാശാല കാർഷിക സ്ത്രീ പഠന കേന്ദ്രം മേധാവി പ്രൊഫസർ ഗീതക്കുട്ടി, പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജു. ഐതിഹ്യങ്ങളുടെ നാടായ ഇട്ടിവയ്ക്ക് നിങ്ങളോട് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമുക്ക് കൂടുതൽ അറിയാം ചർച്ചയിലേക്ക്. നിങ്ങളുടെ പഞ്ചായത്തിലെ കൂട്ടായ്മയെ, കുടുംബശ്രീ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് ചുരുക്കത്തിൽ. ഞങ്ങളുടെ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ എല്ലാ സംവിധാനത്തിന്റെയും എല്ലാ മേഖലയിലും കൈകെത്തിച്ചിട്ടുണ്ട്. കുടുംബശ്രീ
സാമൂഹ്യ വികസനത്തിലാണെങ്കിലും ലിങ്കേജ് ലോണിൻ്റെ ഇതിലാണെങ്കിലും സംരംഭങ്ങളിലാണെങ്കിലും കൃഷിയിലാണെങ്കിലും ബാലസഭയിലായാലും ആശ്രയിലായാലും എല്ലാ മേഖലയിലേക്കും കുടുംബശ്രീ കൈവച്ചിട്ടുണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത്. ആദ്യത്തേതായിട്ടുള്ള നന്മ തയ്യൽ യൂണിറ്റ് അല്ലേ? അതെ. അപ്പൊ അതൊന്ന് കാണാം. നിരവധി പദ്ധതികൾ വളരെ വിജയകരമായി നടപ്പാക്കിയ ഒരു CDS ആണ് ഇട്ടിവ. ഇവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ആദ്യം കാണുന്നത് നന്മ തയ്യൽ യൂണിറ്റിന്റെ ദൃശ്യങ്ങളാണ്. കൊല്ലം ജില്ലയിലെ ഒരു നാട്ടിൻ പ്രദേശമാണ് ഇട്ടിവ. നഗരത്തിന്റെ യാതൊരുവിധ പരിഷ്കാരങ്ങളും ഇനിയും കടന്നു കയറിയിട്ടില്ലാത്ത ഗ്രാമം. കൂലിവേലയിൽ നിന്നും ഭർത്താവിന് കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു ഇവിടുത്തെ സ്ത്രീകളുടെ ഏക വരുമാനം. എന്നാൽ ഇവരിൽ ചിലർ എങ്ങനെയൊക്കെയോ തയ്യൽ പഠിച്ചെടുത്തു. പഠിച്ച വിദ്യയെ എങ്ങനെ പ്രയോഗിക്കണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കുടുംബശ്രീ ഇവർക്ക് വഴികാട്ടിയായി എത്തിയത്. അങ്ങനെ തയ്യലറിയാവുന്ന 6 വനിതകൾ ചേർന്ന് മഞ്ഞപ്പാറ ജംഗ്ഷനിൽ ഒരു തയ്യൽ യൂണിറ്റ് ആരംഭിച്ചു. നസീമയും ജുവരിയയും സുനിതയും റഷീദയും ഷീജയും സൈനബയുമൊക്കെ സംരംഭകരായി മാറി. കുടുംബശ്രീ ഇവർക്ക് സ്വപ്നങ്ങൾ നൽകുക മാത്രമല്ല, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള വിവിധ പദ്ധതികളുമായി ഇവർക്കൊപ്പം നിന്നു. 3 ലക്ഷം രൂപയുടെ വായ്പ ലഭ്യമാക്കി. ആ വഴി പുതിയ മെഷീനുകൾ വാങ്ങി. തയ്യൽ മെഷീനും ഓവർലോക്ക് മെഷീനും അടക്കം 5 മെഷീനുകൾ ഇവർക്ക് ഇപ്പോഴുമുണ്ട്. ചുരിദാർ, ബ്ലൗസ്, അണ്ടർ ഗാർമെന്റ്സ്, സ്കൂൾ യൂണിഫോം, കല്യാണ വസ്ത്രങ്ങൾ, നൈറ്റികൾ തുടങ്ങിയ ഒട്ടേറെ വസ്ത്രങ്ങൾ ഇവർ തയ്ച്ചു നൽകുന്നു. സ്കൂൾ യൂണിഫോം ഓർഡറുകൾ, കല്യാണ വസ്ത്രം തയ്ക്കാനുള്ള ഓർഡറുകൾ, ടെക്സ്റ്റൈൽസിൽ നിന്നുള്ള ഓർഡറുകൾ എന്നിങ്ങനെ മൊത്തമായും ചില്ലറയായും ഇവർക്ക് ഓർഡറുകൾ ലഭിച്ചു. ഇവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു. സ്വപ്നങ്ങൾ പൂവണിഞ്ഞു. ഇതിലിറങ്ങിയതിനു ശേഷം 5 രൂപ 10 രൂപ കൊണ്ട് ഒരു ഉപജീവന മാർഗം ഇതുകൊണ്ട് തന്നെയാണ് നടന്നു പോകുന്നത്. അതിനുശേഷം ഒരുപാട് പ്രയാസങ്ങളും എനിക്കിതിൽ നേരിട്ട്. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. എനിക്ക് 2 മക്കളാണ്. അപ്പോൾ ഈ ഒരു കുടുംബശ്രീ യൂണിറ്റ് കൊണ്ട് തന്നെയാണ്. അതിനുശേഷം എൻ്റെ മോന് തലച്ചോറിലൊരു അണുബാധ വന്ന മെഡിക്കൽ കോളേജിൽ ഒരു 13 ദിവസം കഴിയേണ്ടി വന്ന ഒരു സാമ്പത്തിക ഭയങ്കരമായ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉള്ള ഒരു അവസരത്തായിരുന്നു. അപ്പോൾ ഈ കുടുംബശ്രീ യൂണിറ്റിൽ നിന്നുമൊക്കെ ചെറിയ സഹായം എല്ലാവരും കൂടെ തന്നു. മുൻപ് നസീമയെ അധിക്ഷേപിച്ചവർ ഇന്ന് നസീമയെ സ്നേഹത്തോടെ നോക്കുന്നു. ചിലർ പൈസ കടം വാങ്ങാൻ വരുന്നു. ഇതുതന്നെയാണ് റഷീദയ്ക്കും പറയാനുള്ളത്. ഇതിൽ കിട്ടുന്ന ലാഭവീതം കൊണ്ടാണ് നമ്മൾ മക്കളെ പഠിപ്പിച്ചൊക്കെ പോകുന്നത്. നസീമയും റഷീദയും സുനിതയുമൊക്കെ ഈ നന്മയുടെ തണലിൽ ജീവിതത്തിന്റെ 2 അറ്റം തുന്നിച്ചേർക്കുകയാണ്. പക്ഷേ ഈ ഗ്രൂപ്പ് 10 വർഷമായി നമ്മൾ 12 പേര് കൂടി തുടങ്ങിയതാണ്. അത് 6 പേര് പശുവും ആട് വളർത്തലുമായിട്ട്, 6 പേരാണ് തയ്യൽ റെഡിമെയ്ഡ് ഗാർമെന്റ്സുമായിട്ട് മുന്നോട്ട് പോകണം. ഒരു അയൽക്കൂട്ടത്തിലെ 12 പേരാണ്. 12 ഒരു 6 പേര് 6 പേര് തയ്യൽ യൂണിറ്റും 6 പേര് പശു വളർത്തലും ആട് വളർത്തലുമായിട്ട് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അന്ന് എല്ലാവരും ഈ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഗ്രൂപ്പ് 12 പേര് വെച്ചുകൊണ്ട് ഗ്രൂപ്പ് തുടങ്ങിയത്. അപ്പോൾ ഭർത്താവ് ഞാൻ സുഖമില്ലാതെ മെഡിക്കൽ കോളേജിൽ 4 മാസം ചികിത്സയിൽ കഴിയുകയും അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് 2 മക്കളാണുള്ളത്. അപ്പോൾ കുറച്ച് നാളൊക്കെ വിഷമിച്ച് പ്രയാസത്തോടെ നേരിട്ട് വീട്ടിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു കുടുംബശ്രീ കൂടുകയും, മുമ്പേ കുടുംബശ്രീയിൽ അംഗമാണ്, കൂടുതൽ ഇതിനെപ്പറ്റിയൊക്കെ ഗ്രൂപ്പ് കൂടും, ചെറിയ വരുമാനത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും. അപ്പോൾ അങ്ങനെ വിഷമിച്ച് പ്രയാസപ്പെട്ടിരുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ എന്ന് തോന്നി ഇതിലേക്ക് മുൻകൈ എടുത്ത് ഇറങ്ങുകയും ഈ റെഡിമെയ്ഡ് തുണികൾ നമ്മുടെ കൊല്ലത്ത് KMK പോയി തുണി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന് നൈറ്റിയാണ് കൂടുതൽ തയ്ക്കുന്നത്. എല്ലാം ഉണ്ടെങ്കിലും കൂടുതൽ നൈറ്റിയും തയ്ക്കും. അത് നമ്മൾ ഒരു നൈറ്റി 160 രൂപ
200 രൂപ, 225, 250 രൂപ വരെയുള്ള നൈറ്റിയും ഉണ്ട്. അത് കൂടുതലായിട്ട് തയ്ക്കും. നമ്മൾ 6 പേര് കൂടിയാണ്. അല്ല 4 പേര് നല്ലതുപോലെ തയ്ക്കാൻ അറിയാം, 2 പേർക്ക് അങ്ങനെ അറിയില്ല. എങ്കിലും ഇത് കൂടുതൽ സെയിൽസ് കൂടുതലും ചെയ്യുന്നത് ഞാനാണ്. അപ്പം ഞാൻ തൊഴിലുറപ്പിനും ഇതിനോടൊപ്പം പോകുന്നുണ്ട്. ഒരു 100 എങ്ങനെ തയ്യൽക്കട നടക്കുമോ? അത് തൊഴിലുറപ്പിന് ഇടയ്ക്കേ പോകുന്നുണ്ട്. നല്ല ഈ ഒരു വരുമാനം കൊണ്ടും ഈ ഒരു കുടുംബശ്രീ യൂണിറ്റിൽ വന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഒന്ന് പിടിച്ചു നിൽക്കാൻ, ഇന്ന് ഈ നിലയിലെല്ലാം. എൻ്റെ CDSഉം ADSഉം നല്ലൊരു മെമ്പറാണ് ഞങ്ങൾക്കുള്ളത്. ഇട്ടിവ പഞ്ചായത്ത്. എത്ര വർഷമായി? 10 വർഷമായി സാർ. ഈ തയ്യൽ യൂണിറ്റിൽ അല്ല, നമ്മുടെ കുടുംബശ്രീയിൽ വന്നിട്ട് ഈ യൂണിറ്റ് തുടങ്ങിയിട്ട് ഒരു 6-7 വർഷമായി. 6-7 വർഷമായി. അപ്പൊ ഇതിന്ന് നിങ്ങൾക്ക് ഒരു സ്ഥിര വരുമാനം ഉണ്ടാവുന്നുണ്ട്. എല്ലാ മാസവും പണിയുണ്ടോ? എല്ലാ മാസവും ഉണ്ട്. ഞങ്ങൾക്ക് നല്ല വർക്കുണ്ട് സാർ. സ്കൂൾ തുറക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്കൂൾ യൂണിഫോം തയ്ച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ തയ്യൽ അറിയാമായിരുന്നോ? തയ്യൽ 4 പേർക്കേ അറിയാമായിരുന്നു. ബാക്കിയുള്ളവർ ഇത് കണ്ടും കേട്ടും കൂടുതൽ. നസീമയ്ക്ക് അറിയാമായിരുന്നു? എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ ഈ യൂണിറ്റിൽ വന്നിട്ട് തയ്യൽ ഹൂക്ക് വെച്ച് കൊടുക്കാനും ബട്ടൺസ് ഇവിടെ വന്ന് ഇവർക്കൊപ്പം കൂടി പഠിച്ചതാണ് ഞാൻ. അപ്പൊ ഇപ്പോ ഈ എല്ലാ ഡ്രസ്സുകളും തുന്നാൻ പറ്റും? എല്ലാം പറ്റും. നിങ്ങളുടെ യൂണിറ്റ് കുറച്ചും കൂടെ വിപുലമാക്കി തീർക്കാൻ എന്താണ് ഇനി വേണ്ടത്? വിപുലമാക്കി തീർക്കാൻ കുറച്ച് വലിയ കടയൊക്കെ കിട്ടണം. ഇത് നമുക്കൊരു ചെറിയ കടയാണ് കിട്ടിയത്. ജംഗ്ഷനിലായതുകൊണ്ട് ഇത് തയ്യൽ കൂടുതൽ കിട്ടും. ഈ ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇടമാണല്ലോ. ഇപ്പം ഇവിടെ ആകുമ്പോൾ ഞങ്ങൾക്ക് 3 സ്കൂളുണ്ട്. ഒരു LP സ്കൂള്, ഒരു UP സ്കൂളുണ്ട്, ഹൈസ്കൂളുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ഇപ്പം 10ാം ക്ലാസ് വരെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് യൂണിഫോം സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം മാനേജ്മെന്റ് സ്കൂളിൽ നിന്നുള്ള റെഡിമെയ്ഡാണ് നമുക്ക് കൂടുതൽ. സ്കൂളുമായിട്ട് എന്തെങ്കിലും കരാറൊക്കെ നിങ്ങൾക്ക് എടുത്തുകൂടെ? നമ്മളിത് ചോദിച്ച് മേടിച്ചാണ് തയ്ച്ചു കൊടുക്കൽ. പഞ്ചായത്ത് വഴി സാധ്യമാക്കണം. അതങ്ങനെ തന്നെ സാർ. സർക്കാർ സ്കൂളിൽ അവർ തയ്ച്ച യൂണിഫോമാണ് കൊടുക്കുന്നത്. തയ്ച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ മാനേജ്മെന്റ് സ്കൂളിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 3 സ്കൂളിലുള്ളത് മാനേജ്മെന്റ് സ്കൂളിൽ അത് കിട്ടുന്നത്. പിന്നെ ബ്ലൗസൊക്കെ, കല്യാണ ബ്ലൗസൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കും. ആശുപത്രികളൊന്നുമില്ലേ? ആശുപത്രി ഉണ്ട്. ചുണ്ട എന്ന് പറയുന്ന സ്ഥലത്തൊരു ആശുപത്രി ഉണ്ട്. അതൊന്നും നമുക്ക് ഇതുവരെ ഓർഡർ കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. സ്കൂൾ യൂണിഫോം, നൈറ്റികൾ കൂടുതൽ അതൊക്കെയാണ് നമ്മൾ തയ്ച്ചിട്ട് ഞാൻ ഈ തൊഴിലുറപ്പ് സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കും. കൂടുതലും തൊഴിലുറപ്പ് സ്ഥലത്ത് വിൽക്കും. ആപ്പീസ് അതൊക്കെ വിൽക്കും. അങ്ങനെയുണ്ട്. പിന്നെ ഈ ചന്ത ദിവസങ്ങളിൽ കുറച്ച് കളക്ട് ചെയ്ത് റെഡിയായിട്ട് പോകുന്ന രീതിയിൽ നിങ്ങൾ ആലോചിക്കണം. അപ്പൊ അങ്ങനെ പോകുന്നതുകൊണ്ട് ഞാനായതുകൊണ്ട് എൻ്റെ അവസ്ഥ അറിയുന്നതുകൊണ്ട് കൂടുതലും എൻ്റെ നിന്ന് വാങ്ങും. പക്ഷെ നല്ല ഐറ്റം തയ്യലാണ് ഞങ്ങൾ ഈ പിന്നെ മാക്സികൾ, ചുരിദാറുകളൊക്കെ ആകുമ്പോൾ പോകുന്ന രീതിയിലുള്ള മോഡൽ അനുസരിച്ച് തയ്ച്ചിട്ടാണ്. പക്ഷേ കുടുംബശ്രീയിൽ നിന്ന് ഇതിനായിട്ട് എന്താണ് നിങ്ങൾക്ക് സഹായം കിട്ടിയിരിക്കുന്നത്? സഹായം ഞങ്ങൾക്ക് ആദ്യം പിന്നെ 50,000 രൂപ ലോൺ തന്നു. ഇന്ത്യൻ ചുണ്ട ബാങ്കിൽ നിന്ന് തന്നു. അത് ചെറിയൊരു സംരംഭമായിട്ട് നമ്മൾ തയ്യൽ ഒരു 3 മെഷീൻ വെച്ച് ചെയ്തതാണ്. പിന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് നന്മ ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് തുടങ്ങിയ സംരംഭമാണ് ഇപ്പോൾ ഇവിടെ. ഞങ്ങൾ 6 പേര് കൂടി ഒരു കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് 6 പേര് വേർതിരിച്ച് ഞങ്ങൾ എപ്പോഴും തുടങ്ങിയ ഒരു 4 മാസമേ ആയുള്ളൂ ഈ യൂണിറ്റ് തുടങ്ങിയിട്ട്. ആ യൂണിറ്റാണ് നന്മ ആക്ടിവിറ്റി. നമ്മൾ ഇപ്പോൾ ഒരു DTP സ്റ്റിക്കർ കട്ടിങ് ഉണ്ട്. ഈ വണ്ടികളിലൊക്കെ നമ്പർ എഴുത്ത് അതുപോലുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഫ്ലെക്സ് എൻ്റെ വർക്കുണ്ട്. കടയിൽ വെച്ച് ഡിസൈൻ ചെയ്ത് വേറെ വെളിയിൽ മേടിക്കും. ഈ 6 പേരിൽ എത്ര പേര് സ്ത്രീകൾ, എത്ര പേര് പുരുഷന്മാർ? ബാക്കി 5 പേരും ഒരാൾ മാത്രം. ആരാണ് ലീഡർ? ആരാണ് പ്രസിഡന്റ്? ഞാനാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കി എല്ലാവരും സഹായിക്കും. പലരും വർക്ക് ഇപ്പോൾ പഠിച്ചു വരുന്നു. ഇപ്പോൾ എല്ലാവരും വർക്ക് പഠിച്ചു വരുവാണ്. ഇപ്പോൾ ഓരോക്കെ DTP അറിയാം. നിങ്ങൾക്ക് വേണ്ടത്ര ഓർഡർ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അപ്പോ വർക്കിന് കുറവൊന്നുമില്ല? വർക്കുണ്ട്. എല്ലാ ദിവസവും വർക്കുണ്ട്. ആഴ്ചയിൽ 6 ദിവസവും വർക്കുണ്ട്. 6 ദിവസം കട തുറക്കും. അപ്പൊ ഈ പറയുന്ന 6 പേർക്ക് മാസത്തിൽ ശരാശരി എന്ത് കിട്ടാം? 6 പേര് ഒരു ദിവസം ഒരു 2000 രൂപ വെച്ച് ഒരാൾക്ക് മൊത്തത്തിൽ അത്രേ കിട്ടുള്ളൂ. അപ്പൊ 300 രൂപ ആയുള്ളൂ. 350 രൂപ ആയുള്ളൂ. അത്ര വെച്ച് കിട്ടും. അത് ശരി. സതീഷ് അതിനു മുമ്പ് എന്ത് ചെയ്യായിരുന്നു? ഞാൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോർഡ് എടുത്ത് എഴുതുന്ന. ഇപ്പോഴതിനൊന്നും പോകുന്നില്ലേ? ഇപ്പൊ ഫ്ലെക്സിന്റെ ഇതായോണ്ട് ഇപ്പം ഫ്ലെക്സ് നിരോധിച്ചില്ലേ? ഫ്ലെക്സ് മുമ്പ് ഉപയോഗിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ അതിന്റെ വർധനവൊന്ന് കുറച്ചിട്ട് ഇപ്പൊ തുണിയിലാണ് എഴുതിക്കുന്നത്. തുണിയിൽ ചെയ്യാം. അല്ലാതെയുള്ള മറ്റു പല പ്രിന്റിംഗ് വർക്കുകൾ എടുക്കാം. ഒരുപാട് DTPക്ക് ഒരുപാട് വർക്കുണ്ട്. പക്ഷേ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. 10-75 കൊല്ലം അങ്ങനെ കിടക്കും. അത് നിങ്ങളുടെ CDSൽ ഒരു 15ഓളം മൈക്രോ എന്റർപ്രൈസസ്
തുടങ്ങിയതായിട്ട് കാണുന്നത്. ഇവയെല്ലാം 3 വർഷത്തിൽ കൂടുതലായിട്ട് അവിടെ നടന്നു പോകുന്ന ഏതൊക്കെയാണ്? പിന്നെ വെളിച്ചെണ്ണ നിർമ്മാണം, അതുപോലെ പിന്നെ തയ്യലിൻ്റെതും നടന്നു പോകുന്നതാണ്. പിന്നെ അല്ലാതെയുള്ള കാറ്ററിങ്ങുകൾ നടന്നു പോകുന്നതാണ്. പിന്നെ അല്ലാതെ സംരംഭങ്ങൾ നമ്മളുടെ തേനീച്ച വളർത്തലൊക്കെ ഒത്തിരി വർഷങ്ങളുള്ളതാണ്. 4 ഒത്തിരി കറ പൗഡർ നിർമ്മാണം യൂണിറ്റുകൾ, ഈ പിന്നെ പ്രൊഫഷണൽ സ്റ്റോറുകൾ, അതൊക്കെ വർഷങ്ങൾ, ഇപ്പോൾ 6-7 വർഷം കൊണ്ട്. ഇപ്പൊ നമ്മൾ പിന്നെ പരിശീലനം നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന് ഇപ്പോഴും പരിശീലനം കൊടുത്തുകൊണ്ട് സബ്സിഡിയും മറ്റുള്ള ആനുകൂല്യത്തിന് ഇപ്പോഴാണ് അവരെ പ്രാപ്തരാക്കിയത്. ഇതിലേതെങ്കിലും യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന ആരുണ്ട് ഇവിടെ? ഈ പറഞ്ഞ 4 എണ്ണത്തിൽ കാറ്ററിംഗിന്റെ ആളുണ്ട്. അതിലൊരു കാര്യം ചെയ്യാം, കാറ്ററിംഗ് കണ്ടിട്ട് നമ്മൾ കാറ്ററിംഗിന്റെ ചർച്ച അല്ലേ? സ്ത്രീകൾക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു തൊഴിലിനെ മികച്ച സംരംഭമാക്കി മാറ്റിയ കഥയാണ് ഇനി ഇട്ടിവ CDSന് പ്രേക്ഷകരോട് പറയാനുള്ളത്. നന്മ കാറ്ററിംഗ് യൂണിറ്റ്. നമുക്കിനി ഇതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. പാചകപ്പുര തിരക്കിലാണ്. ഏവർക്കും പിടിപ്പതി ജോലിയുണ്ട്. ദേ, ഒരാൾ തേങ്ങ ചിരകുന്നു, മറ്റൊരാൾ മീൻ വെട്ടുന്നു. ഇനി ഒരാൾക്ക് ഡ്യൂട്ടി അടുപ്പിന്റെ അടുത്ത്. കൊല്ലം ജില്ലയിലെ ഇട്ടിവ CDSന് കീഴിലുള്ള നന്മ കാറ്ററിംഗ് യൂണിറ്റ് വിഭവങ്ങളൊരുക്കുന്ന തിരക്കിലാണ്. സദ്യ തയ്യാറാവുമ്പോഴേക്കും നമുക്കിവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. 2012 10 അംഗങ്ങളുമായി ഇട്ടിവയിലെ കാട്ടാമ്പള്ളിയിൽ നന്മ കാറ്ററിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ചെറിയ രീതിയിൽ ആരംഭിച്ച സംരംഭം 2014 കുടുംബശ്രീയുടെ സഹായത്താൽ 3,80,000 രൂപയുടെ വായ്പ ലഭിച്ചതോടെ വിപുലീകരിച്ചു. ഇന്ന് പഞ്ചായത്തിന്റെ മുഴുവൻ പരിപാടികൾക്കും ഭക്ഷണമൊരുക്കുന്നത് നന്മ കാറ്ററിംഗ് യൂണിറ്റാണ്. കുടുംബശ്രീയുടെ പരിപാടികൾ, ചെറിയ വിരുന്നുകൾ തുടങ്ങി ഒട്ടേറെ ചടങ്ങുകൾക്ക് നന്മ കാറ്ററിംഗ് യൂണിറ്റ് വെച്ചു വിളമ്പുന്നു. ഗ്യാസടുപ്പ്, ചരുവം, മിക്സി, കലം, സ്റ്റീൽ പാത്രങ്ങൾ തുടങ്ങി ഒട്ടുമിക്ക സാമഗ്രികളും ഇതിനോടകം ഇവർ സ്വന്തമാക്കി കഴിഞ്ഞു. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ യൂണിറ്റിലെ 8 വനിതകളും. ഇതിൽ വിധവയും ഭിന്നശേഷിയുള്ള 28 വയസ്സുള്ള മകന്റെ അമ്മയുമാണ് സബീത ബീവി. മകന്റെ ചികിത്സയ്ക്കുള്ള ചെലവ് കണ്ടെത്തുന്നതിനും ജീവിത ചെലവിനും കാറ്ററിംഗ് യൂണിറ്റിലെ ജോലി ഇവർക്ക് ഏറെ സഹായകമാകുന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്. മോളെ കല്യാണം കഴിച്ച്, മോനാണ് മൂത്തത്. കുടുംബശ്രീ വന്ന് നമ്മൾ ഇത്തിരി ഇതൊക്കെ ആയി, ഇത്തിരി പൈസയൊക്കെ ആയി. പിന്നെ ഈ കാറ്ററിംഗ് യൂണിറ്റിൻ്റെ ഇതിൽ വന്ന് നമ്മൾ 10 അംഗങ്ങളുണ്ട്. അതിനുശേഷം നമുക്ക് ഇച്ചിരി ഇതിൻ്റെ വരുമാനമൊക്കെ കുറേശ്ശെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതുകൊണ്ടൊക്കെ നമ്മളങ്ങ് കഴിഞ്ഞു പോണു. പിന്നെ വയ്യാത്ത മകനാണ്, അതിന് ഇച്ചിരി പുറത്തൊന്നും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ തൊഴിലുറപ്പിൽ ഒക്കെ പോവും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കല്യാണം കഴിച്ചിട്ടില്ല മോന് 28 വയസ്സായി. അപ്പം ഞാൻ ഇങ്ങനെ തൊഴിലുറപ്പിലും പോയി, പിന്നെ ഈ കാറ്ററിംഗ് യൂണിറ്റും കുടുംബശ്രീയിലെ ഇതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. നന്മ കാറ്ററിംഗ് യൂണിറ്റിലെ ശശികല ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം സ്വരുക്കൂട്ടിവെച്ച് സ്വന്തമായൊരു ഇരുചക്രവാഹനം വാങ്ങി. പലപ്പോഴും ഇത് നന്മ കാറ്ററിംഗ് യൂണിറ്റിന്റെ ഔദ്യോഗിക വാഹനമാണ്.
30 സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കിക്കൊണ്ട് ഇട്ടിവയിൽ 4 കാറ്ററിംഗ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും വീട്ടിനകത്ത് ഒതുങ്ങിക്കഴിഞ്ഞിരുന്നവരുമായ ഒട്ടേറെ സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും നേടിക്കൊടുക്കുന്നതിനൊപ്പം അറിവും ആത്മവിശ്വാസവും നൽകി പൊതുസമൂഹത്തിലിറങ്ങി സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള കരുത്തു പകരാനും പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇവരുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ബാക്കി കഥ പറയാൻ ഇവർ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പമുണ്ട്. പറയാമോ എന്താണ് കാറ്ററിംഗ് യൂണിറ്റ് തുടങ്ങാൻ? ഈ കാറ്ററിംഗ് നമ്മളൊരു 10 പേര് കൂടി, അത് ഒരു വാർഡിലുള്ളവരല്ല, 2 വാർഡിലുള്ളവരുമായിട്ട് ചേർന്ന് നമ്മൾ നടത്തുന്നതാണ്. 10 പേരുണ്ട്. അപ്പം നമ്മൾ മുമ്പേ നമുക്ക് ചെറിയ ലോണൊന്നും എടുക്കാതെ ചെറിയ രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ മുൻ ചെയർപേഴ്സണും ഒക്കെ ഞങ്ങളെ അറിയിപ്പിച്ച് ഞങ്ങളങ്ങനെ ചെറിയ രീതിയിലൊക്കെ അവിടെ ചെയ്ത് അങ്ങനെ ചെറിയ വരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേന് നമ്മളെ ചെയർപേഴ്സൺ പറഞ്ഞ് നിങ്ങൾക്ക് ലോൺ ശരിയാക്കി തരാം, നിങ്ങളത് വലിയൊരു സംരംഭമായിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത് മുൻകൈ എടുത്ത് നമ്മളെ ആളുണ്ട് റഷീദ ബീവി, അവർ ഒരു യൂണിറ്റ് കൂടി അവരെൻ്റെ സെക്രട്ടറി ആയിട്ട് നിന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് അതിനകത്ത് കൊണ്ടുവന്ന് നമുക്കിത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ലോണൊക്കെ കിട്ടി. ആ ലോണിൽ നിന്ന് നമ്മൾ ഈ സംരംഭം നടത്തി ചെറിയ ചെറിയ വരുമാനമൊക്കെ അതിൽ നിന്നുണ്ടായി. പിന്നെ തൊഴിലുറപ്പ് ജോലി ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടായി. ഞാനൊരു വണ്ടി സ്വന്തമാക്കി, എന്നാൽ വീട്ടിലുള്ളവരും കൂടെ സഹായിച്ച്. മറ്റു ഹോട്ടലുകളൊക്കെ നേരത്തെ മുതൽ കാണുമല്ലോ? ഉണ്ടെങ്കിൽ പിന്നെ ഈ നിങ്ങളുടെ കാറ്ററിംഗ് യൂണിറ്റ് പ്രത്യേകിച്ച് ചോദിച്ചു വാങ്ങിക്കാം, അവിടുത്തെ ആഹാരം ചോദിച്ചു വാങ്ങിക്കാൻ പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മളെ പഞ്ചായത്തിന്റെ പ്രത്യേകതയാണ് സാർ. നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മളെ പഞ്ചായത്തും കുടുംബശ്രീ പ്രവർത്തകരും എല്ലാം കൂടെ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അത് മാത്രമാകരുത്, വില കുറവോ വിലക്കുറവുണ്ട് എല്ലാ സ്ഥലത്തും കൊടുക്കുന്നേക്കാളും ഒരു 50 പൈസയെങ്കിലും കുറച്ച് രുചി കൂടുതലും ഉണ്ട്. ഞങ്ങളൊന്നും പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ എവിടെ നിന്നുള്ള പച്ചക്കറിയും മറ്റുമാണ് ഇതിനു വേണ്ടി ഞങ്ങൾ കൂടുതലും ഞങ്ങളെ ഇട്ടിവ പഞ്ചായത്തില് ഞങ്ങളെ പുരയിടങ്ങളിൽ ഉണ്ടാകുന്ന ജേലി ഒരുപാടുണ്ട്. ഞങ്ങൾ രാസകീടനാശിനികളൊന്നും ചേരാത്ത ആ സാധനങ്ങൾ എനിക്കൊരു സംശയമുണ്ട് ശശികല, നിങ്ങളുടെ പഞ്ചായത്തിലെ വാഴ ഇല്ലെന്ന് തോന്നുന്നു. കാരണം നമ്മള് വാഴയില വെട്ടി ചോറ് കൊടുക്കുള്ളൂ, അല്ല പ്ലാസ്റ്റിക്കിലൊന്നും ചോറ്. ശിവരാത്രി കച്ചവടം പക്ഷെ ഇതില് ഊണ് കഴിച്ചത് ഏതിലാണ്? ശിവരാത്രി സമയം ഒരു വാഴയിലും വിലയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വാഴയിലല്ലോ. അപ്പൊ അവിടെ ഒരു റെസ്റ്റോറന്റുമാര് അവിടെ വന്ന് കഴിക്കുകയും ചെയ്യാം, പിന്നെ നമുക്ക് ഓർഡർ ചെയ്ത്. അങ്ങനെയാണോ? കാറ്ററിംഗ് അല്ലേ? എല്ലാ ദിവസവും നിങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്? എല്ലാ ദിവസവും നമുക്ക് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ വന്ന് കഴിക്കാൻ എല്ലാ ദിവസവും ഉണ്ട്. അതിന് സൗകര്യമുണ്ട്. അതെവിടെ? അത് കാട്ടാമ്പള്ളിയിൽ കടയായിട്ട് എടുത്തിരിക്കുകയാണോ അതോ? കടയായിട്ട്. അത് നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു റൂം. ഒരു കപ്പയും മീനും വാങ്ങിയാൽ എത്ര ചാർജ്? സാറേ ഒരു കപ്പയും മീനും കൊടുക്കുന്നതിന് നമ്മൾ 25 രൂപ വാങ്ങിക്കും. 25 രൂപ. അതിനെന്ത് എത്ര വിഷമം പറയാം? 25 രൂപ വളരെ ചീപ്പാണ്. ഞങ്ങളെ 25 രൂപയ്ക്ക് ഇപ്പൊ എന്താ ഒന്നും കിട്ടില്ല. ഇവിടെ മീൻകറിക്ക് മാത്രം 35 രൂപ. നമ്മളത് കുറച്ച് കൊടുക്കുന്നത് അവിടെയുണ്ട്. പക്ഷെ നമ്മളത് കുടുംബശ്രീക്കാരായതുകൊണ്ട് നമുക്കുള്ള വരുമാനം ഞങ്ങൾക്ക് ആളുമുണ്ട്. 98 നമ്മൾ കുടുംബശ്രീ തുടങ്ങി അന്ന് നമ്മൾ ആരംഭിച്ചതാണിത്. അന്ന് ചെറിയ ചെറിയ പരിപാടികളാണ് നമ്മളെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് നല്ല രീതിയിൽ നടത്തണമെന്ന് നമ്മൾ 2 വാർഡും കൂടെ ചേർന്ന് യൂണിറ്റ് ഉണ്ടാക്കി 10 പേരെ എടുത്ത് നമ്മൾ നടത്താൻ തീരുമാനിച്ച് പഞ്ചായത്തിൽ അറിയിച്ചു. 2,80,000 രൂപ നമുക്ക് ലോൺ തരികയും 1 ലക്ഷം രൂപ സബ്സിഡി തരാമെന്ന് പറഞ്ഞ് ഇതുവരെ തന്നിട്ടില്ല. അത് കിട്ടി. നമ്മൾ നല്ല രീതിയിൽ അത് നടത്താൻ തീരുമാനിച്ചു. നമ്മൾ തുടയന്നൂർ എന്ന് പറയുന്ന കാട്ടാമ്പള്ളി സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടത്തിൽ ഒരു കട വാടകയ്ക്കെടുത്ത് ബോർഡും വെച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പം 2011 നമ്മളിത് തുടങ്ങിയിട്ട് ഇപ്പം നല്ല രീതിയിലാക്കിയത് 12-13 പണം തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 10-12 ഓർഡർ കിട്ടും. കാപ്പി ആയിട്ടായാലും അല്ല, ജോലി എടുക്കുന്ന ഓരോരുത്തർക്കും എന്ത് പ്രതീക്ഷിക്കാം? അതിപ്പോ ഒരു മാസം 12 ഓർഡർ കിട്ടിയാൽ നമുക്കൊരു 30-35,000 രൂപയൊക്കെ നമുക്കതിൽ കിട്ടും. കാപ്പിയിലായാലും ഊണിലായാലും
മൊത്തത്തിലാണോ? മൊത്തത്തിൽ അതിൽ 14,500 രൂപ പലിശയും മുതലും കൂടെ ബാങ്കിൽ അടയ്ക്കുക. അടച്ചിട്ട് ബാക്കി നമ്മൾ കിട്ടുന്ന ലാഭം നമ്മൾ ഈ 10 പേർക്കും വേണ്ടി ഒരു അക്കൗണ്ട് ബാങ്കിൽ എടുത്തിട്ടുണ്ട്. ഇത് ബാങ്കിലേക്ക് നിക്ഷേപിക്കും. എന്നിട്ട് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ അതിൽ നിന്ന് 3 മാസം 6 മാസം കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പൈസ പിൻവലിച്ചിട്ട് നമ്മളെ ചെലവിനായിട്ട് വീതിച്ച്. റഷീദയുടെ മോനല്ലേ അസുഖമായിട്ട്? എങ്ങനെ? അല്ല, എന്റെ അനിയത്തിയുടെ മോനാണ്. അനിയത്തിയുടെ മോനാണ്. അവർക്ക് ആ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ? ഭർത്താവ് അറ്റാക്കായിട്ട് മരിച്ചുപോയി. ഞാനും അവരും ഇതിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ ജോലിയുണ്ട്. ഞാനും വിധവയാണ്. ഒരു വിധവയാണ്. എന്റെ ഭർത്താവ് പിണങ്ങി പോയിട്ട് 22 വർഷമായി. 22 വർഷം കഴിഞ്ഞതിന് ശേഷം എന്റെ കുട്ടികളും, മൂത്ത കുട്ടിക്ക് 11 വയസ്സേ ഉള്ളൂ. 2 ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ്. ഇവരെ വളർത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട്, ഞാൻ റബ്ബർ വെട്ടിയും ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കൊച്ചുങ്ങളെ ഞാൻ വളർത്തിയെടുത്ത് അവരെ പക്വതയാക്കി അവരെ ഞാൻ കുടുംബശ്രീയിൽ വന്ന് ഞാൻ അവരെ കൊണ്ട് നടന്ന് വളർത്തി, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് ഇപ്പം എനിക്കിതിലൊരു മാർഗം കിട്ടി. ഞങ്ങൾ ആ ലോൺ കൊണ്ട് നമ്മൾ 10 പേരും ഒത്തൊരുമയായിട്ട് നിന്ന് കുറച്ച് ഈ 2,80,000 രൂപ വാങ്ങിച്ച്. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾ ഇപ്പം വെളിയിലാണ്. അവരെ ഇതിൽ നിന്ന് തന്നെ എന്റെ കുട്ടികളെ ഞാൻ വെളിയിലേക്ക് അയച്ചത് എന്റെ മോളെ കല്യാണം കഴിച്ചു. അല്ല, ഞാനും എന്റെ മാമക്കൾ പെണ്ണുകെട്ടിയ 2 മരുമക്കളും ഉണ്ട്, വീട്ടിലാണ്. ഇതുപോലെ പല ഘട്ടങ്ങളും ഉണ്ടാകും. പല ആപത്തുകളും ഓരോരുത്തർക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സീരിയസ് ലെവലിൽ തന്നെ ഇതിനെ മറികടക്കാനായിട്ട്, അല്ലെങ്കിൽ അപ്പോൾ ആ എമർജൻസി കൈകാര്യം ചെയ്യാനായിട്ട് ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങൾക്ക് അന്നേരം തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ അപ്പോൾ തന്നെ 21 വാർഡിലെയും സിഡിസംബർമാരെ വിളിച്ച് പറയുമ്പോഴത്തേനും അത് എവിടത്തേക്കാണോ അവർ ആ നിമിഷം തന്നെ 1 ലക്ഷം രൂപ വരെ ധനസഹായം എത്തിക്കും. പഞ്ചായത്തിന്റെ സഹായനിധിയുണ്ട്. അതുപോലെ തന്നെ എന്താപത്ത് വന്നാലും അപ്പോഴേ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് അറിയിപ്പ് കൊടുത്ത് കളക്ട് ചെയ്ത് അവിടെ എത്തിക്കാറുണ്ട്. ഇപ്പൊ തന്നെ പറഞ്ഞ അവരുടെ ഈ കാറ്ററിംഗ് യൂണിറ്റ് ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ആഹാരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ സമീപിക്കും. അതുപോലെ തന്നെ സെമിനാറുകൾ നടത്തുമ്പോഴും എല്ലാം അതിനെ അവരെ വിളിക്കുന്നു. അല്ല, ചുരുക്കത്തിൽ പഞ്ചായത്തിന്റെ എല്ലാ പണിയും അവരെ കൊണ്ട് ചെയ്യിക്കും. ഞങ്ങൾ വെറുതെ വെളിയിൽ നിന്നായാലും പൈസ കൊടുക്കണം. പിന്നെ ഞങ്ങൾക്ക് കുടുംബശ്രീക്കാർക്ക് കൊടുത്തു വാങ്ങുന്നതല്ലേ നല്ലത്. അല്ല, ഭക്ഷണത്തിന്റെ കാര്യം കൊള്ളാം, മറ്റു പരിപാടികളൊക്കെ അവരെ കൊണ്ടല്ലേ ചെയ്യിക്കുന്നത്. അല്ല സാർ, അല്ല, ഇവർ ആ കാര്യത്തിലൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരെ അങ്ങനെ നന്നായി ചെയ്യൂലേ. ഇവരെ അങ്ങനെ വിളിച്ചാൽ ഇവര് വെറുതെ വന്ന് പഞ്ചായത്തിന്റെ കാര്യങ്ങൾക്ക് നിക്കത്തില്ല. അവർക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു ധാരണയുണ്ട്. നമ്മളൊരു കാര്യത്തിന് വിളിച്ചാൽ ചോദിക്കും, പ്രസിഡന്റ് അത് എന്താണ് വിഷയം, ആ വിഷയത്തിൽ അവർ പങ്കെടുക്കണോ വേണ്ടേന്ന് അവര് തന്നെ ഒന്ന് ആലോചിച്ചിട്ടായിരിക്കും പങ്കെടുക്കുന്നത്. ഒരു വീഡിയോ കൂടെ കാണാനുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് മറ്റു ചർച്ചകളിലേക്ക് പോവാം. ഇത് നിങ്ങൾ ഇന്നേ വരെ കഴിച്ചൊരു പപ്പടമല്ല, വേറിട്ട രുചിയുള്ളൊരു പപ്പടം. ഇട്ടിവയിലെ CDS പ്രവർത്തകരാണ് വ്യത്യസ്തമായ ഈ രുചി സമ്മാനിക്കുന്നത്. ലക്ഷ്മി പപ്പട യൂണിറ്റിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. കായത്തിന്റെ സ്വാദും ഒപ്പം എരിവും കലർന്ന ഒരുതരം മരച്ചീനി പപ്പടം. ഇന്നാട്ടിലെ ചില വീട്ടുകാർ പാരമ്പര്യമായി കൈമാറിപ്പോന്ന ഒരു രുചിക്കൂട്ടാണിത്. വീട്ടിലെ സ്ത്രീകളാണ് ഇതുണ്ടാക്കുക. കല്യാണം, പാലുകാച്ച്, സൽക്കാരങ്ങൾ, മറ്റു വിശേഷ അവസരങ്ങളിലുമെല്ലാം കൂട്ടത്തോടെ ഇതുണ്ടാക്കുന്നു. കുടുംബങ്ങളിലെ സദ്യവട്ടങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന മരച്ചീനി പപ്പടത്തെ നാടിന്റെ പൊതുരുചിയാക്കി മാറ്റി വരുമാനം കണ്ടെത്തുന്ന കഥയാണ് ഈ വനിതാ കൂട്ടായ്മയ്ക്ക് പറയാനുള്ളത്. സിന്ധു അമ്മാൾ, ദീപ, ശോഭന, തങ്കമണി അമ്മാൾ, ഉഷ എന്നിവർ ചേർന്നാണ് ലക്ഷ്മി മരച്ചീനി പപ്പട യൂണിറ്റ് നടത്തുന്നത്. തുടയന്നൂരിലുള്ള ദീപയുടെ വീട്ടിലാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. പപ്പടത്തിനാവശ്യമായ മരച്ചീനി ഇവർ സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കുന്നു. എന്നാൽ ചില അവസരങ്ങളിൽ മറ്റിടങ്ങളിൽ നിന്നും ഇവർ മരച്ചീനി ശേഖരിക്കുന്നു. ഇതിലേക്ക് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഈ മരച്ചീനി പപ്പടം ഉണ്ടാക്കാറുണ്ട്. പണ്ട് മുതലേ ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പൂപ്പനും അമ്മമ്മമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഇതുണ്ട്. പിന്നെ കുടുംബശ്രീയിൽ വന്ന് ഞങ്ങളൊരു 3-4 പേര് ചേർന്ന് ഇവിടെ വന്ന് കുടുംബശ്രീയിൽ ചേർന്നാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് മുഖാന്തരം
ഞങ്ങൾ കുടുംബശ്രീയിൽ അംഗമാകുകയും കുടുംബശ്രീ വഴി ഇത് ഡൽഹിയിൽ പിന്നെ ഒരുപാട് വിപണന മേള ചന്തകളിൽ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുപോയി ഇതിൽ ഞങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബ്രാഹ്മിൺസാണ്, അതുകൊണ്ട് പുറത്തു പോയി ജോലിയൊന്നും അധികം ആരും ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഇതാകുമ്പോൾ വീട്ടിനകത്തിരുന്ന് നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട്ടിനകത്ത് നമ്മുടെ സമയം പോലെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വലിയൊരു ബൾക്ക് എമൗണ്ടും ആവത്തില്ല. മരച്ചീനി വാങ്ങിച്ചിട്ട് നമുക്ക് സമയം പോലെ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് ചെയ്യാം. അങ്ങനെയുള്ളൊരിതായതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗൾഫ് നാടുകളിലും എല്ലാം ഈ ഇപ്പം മരച്ചീനി പപ്പടം നന്നായിട്ട് നമ്മളെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റേത് നമ്മുടെ മഠങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു കേസാണ്. ഇപ്പം ഒത്തിരി പേര് അറിയുന്നുണ്ട് ഇത്. അതനുസരിച്ച് നമുക്ക് വരുമാനവും ഉണ്ട്. ഡൽഹിയിലെ മേളയിൽ പ്രദർശിപ്പിച്ച 3000 പപ്പടം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിറ്റുപോയപ്പോൾ സംസ്ഥാന മേളയിൽ 10,000 പപ്പടം ഇവർ വിൽപ്പനയ്ക്കെത്തിച്ചു. 10,000 പപ്പടവും ചൂടപ്പം പോലെയാണ് വിറ്റുപോയത്. ഞാൻ കുടുംബശ്രീ വന്നിട്ട് 5-6 കൊല്ലത്തോളമായി. പക്ഷേ ഇപ്പം 1 കൊല്ലത്തോളം ആയുള്ളൂ. ഇവിടുത്തെ ചെയർപേഴ്സൺ വന്ന് വീട്ടിൽ ഇരുന്ന് ചായ കുടിച്ചപ്പം നമ്മളെ വീട്ടിലുണ്ടാക്കിയ പപ്പടം എടുത്ത് കൊടുത്തപ്പോഴാണ് ഇങ്ങനെയും പപ്പടം ഉണ്ടാക്കും, നിങ്ങൾക്ക് കുടുംബശ്രീ പരമായിട്ട് നീങ്ങിക്കൂടെ എന്ന് പറഞ്ഞ് അങ്ങനെ അത് കൂടി. അതൊക്കെ തുച്ഛമായ രീതിയിൽ മാത്രമേ പപ്പടം ഉണ്ടാക്കുന്നുള്ളൂ. അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം മംഗലാപുരത്തു നിന്നും ഇവർക്ക് ഓർഡർ ലഭിച്ചു വരുന്നു. ഒരു തവണ രുചിച്ചു നോക്കിയവർ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നതാണ് ഇവരുടെ അനുഭവ സാക്ഷ്യം. ഈ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആരെയും വന്നിട്ടുണ്ടോ? പറയൂ. കുടുംബശ്രീക്ക് വിപണിയുണ്ടോ? കുടുംബശ്രീക്ക് വിപണിയിൽ ഡൽഹിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതെ, ഡൽഹിയിൽ എല്ലാപ്പോഴും പോകാൻ പറ്റില്ലല്ലോ. അല്ല, ഇവര് പഞ്ചായത്ത് തരാൻ മുൻകൈ എടുത്ത് നമ്മളെ വീടുകളിൽ നിന്ന് തന്നെ നമ്മളൊന്നും അല്ല, ദിവസം വന്ന് വാങ്ങാൻ പറ്റുമോ ചോദിക്കാം. ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണം അതിനുള്ള വിപണിയുള്ള സൗകര്യം നമ്മുടെ വീട്ടിൽ തന്നെയാണ് സൂക്ഷിക്കുക. ഇതെന്ന് വെച്ചാൽ വെള്ളം അങ്ങനെയൊന്നും അപ്പോഴത്തെ നമ്മളെ വീടുകളിൽ തന്നെ സൂക്ഷിക്കും. കൂടുതലും നമ്മളെ വീടുകളിൽ തന്നെ സൂക്ഷിക്കും. നിങ്ങളുടെ വീട്ടിൽ തന്നെയാണോ അത് വിൽക്കുന്നത്? വീട്ടിൽ തന്നെ ആൾക്കാർ വരും. അപ്പൊ ഈ 5 പേർക്ക് കടയൊന്നും അങ്ങനെയൊന്നും ഇതുവരെ ആയിട്ടില്ല. അപ്പൊ ഈ 5 പേർക്ക് എല്ലാ ദിവസവും പണി? എല്ലാ ദിവസവും മിക്കപ്പോഴും ചക്ക സീസൺ ഈ സമയത്തൊക്കെ നല്ല അല്ല, എല്ലാ ദിവസവും ഓർഡർ മരച്ചീനി എപ്പോഴും കിട്ടുമല്ലോ. എപ്പോഴും വേണം കിട്ടും. നമ്മുടെ വയലില് കൃഷി തുടർച്ചയായിട്ട് ഈ യൂണിറ്റിന് ജോലി ഉണ്ടോന്ന് ചോദിക്കണം. ഉണ്ട്, ചെലവാകുന്നതിനനുസരിച്ച് ജോലി. അപ്പൊ ഈ 5 പേരല്ലേ? 5 പേർക്ക് മാസത്തിൽ എന്ത് കിട്ടും? 5 പേർക്ക് മാസം 5 പേർക്കും കൂടി 10-20,000 രൂപ ഏകദേശം. 5 പേർക്കും കൂടെ. അപ്പൊ ഒരു 4,000 രൂപയോളം ഇതിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റും. ചെലവ് കഴിച്ച്. ചെലവ് കുറവല്ലേ വളരെ. നമ്മുടെ വയലിൽ കൃഷി ചെയ്യുന്നോണ്ട് അത്. താങ്കൾ എങ്ങനെ കുടുംബശ്രീ വരാനുണ്ടായ സാഹചര്യം? കുടുംബശ്രീയില് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. അപ്പം മറ്റുള്ളവരാണ് എന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തത്. വീട്ടിൽ നിന്ന് പോലും അത്ര താല്പര്യത്തോടെയൊന്നും അല്ല വിട്ടത്. പിന്നെ നല്ല രീതിയിലാണ് കുടുംബശ്രീ ഉണ്ട്, സ്ത്രീകൾക്കായിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭർത്താവ്, 2 മക്കള്, അമ്മ, എന്റെ അമ്മ. കുടുംബശ്രീ വന്ന് പ്രവർത്തിക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല. ഭർത്താവിന്റെ ഫുൾ സപ്പോർട്ടാണോ? ഫുൾ സപ്പോർട്ട്. ഭർത്താവിന് ഈ ശാന്തി എന്ന് പറയുന്ന പണി. അപ്പോഴ് രാവിലെ 10 മണിക്ക് വരുമോ, വൈകിട്ട് 5 മണിക്ക് പോയാലും മതി. അപ്പോഴും ഞാൻ ഒരു ജോലിക്കൊക്കെ പോകുമ്പോഴത്തേനും അപ്പൊ ഇതാകുമ്പോൾ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാം. ഭർത്താവും സഹായിക്കും, മക്കള് കുറച്ചൊക്കെ. ഞങ്ങൾ 5 പേരാണുള്ളത് ആ ഗ്രൂപ്പില്. ഞങ്ങള് ഇപ്പം 2 ഏക്കറിലെ നെൽകൃഷി ചെയ്യുന്നുള്ളു. 2 ഏക്കർ എങ്ങനെയാണ് നിങ്ങൾ ഭൂവുടമയോട് നേരിട്ട് ചോദിക്കുകയാണോ ചെയ്തത്? ഇത് ഞങ്ങള് നേരിട്ട് ചെന്ന് പറഞ്ഞു. രേഖകളൊക്കെ തരുന്നുണ്ട്? രേഖ തരുന്നുണ്ട്. അവരെന്ന് ഞങ്ങൾ പറ്റിയിട്ട് പിന്നെ അവർ എഴുതി തരും. ഇത്ര വർഷത്തേക്ക് 1 വർഷം ഇത്ര പൈസ അവർക്ക് അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള നിലയിൽ നമ്മൾ എഴുതി മേടിക്കും. ഈ രേഖ എഴുതി തരാത്ത സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? എഴുതി
തരാത്ത സംഭവങ്ങളൊന്നും ഉണ്ടായിട്ട് അങ്ങനെ തരാതിരിക്കത്തൊന്നുമില്ല. കാര്യം ഇപ്പം എല്ലാം അതിപ്പോ വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല അല്ലേ? അത് ഈ നിലം തരിശായിട്ടിടുമ്പോ കാണുമ്പോൾ പറയും തരിശായിട്ട് ഇടുവാണെങ്കിൽ ഞങ്ങൾ അത് കയ്യേറിയാൽ നിങ്ങൾക്ക് വിഷയമാണെന്ന് ഒന്ന് പറഞ്ഞങ്ങിടും. പറഞ്ഞിട്ടിട്ട് ഞങ്ങൾ വേറെ ആളിനെ പറഞ്ഞു വിടും. നിങ്ങൾ ചെന്ന് അത് ചോദിക്കും, തന്നില്ലെങ്കിൽ പറയാൻ പറയും. കൃഷി ചെയ്യും. ബഡ് സ്കൂള് ഞങ്ങൾക്ക് വാടകയ്ക്കായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് കെട്ടിടം. ഇപ്പോഴാണ് ഒരു വ്യക്തിയുടെ 15 സെന്റ് സ്ഥലം കിട്ടി. അതിനകത്ത് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും കൂടെ ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ട് 47 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പം ബഡ് സ്കൂള് ഉണ്ടാക്കി. അതിലേക്ക് ഇപ്പൊ സ്കൂൾ ഈ അധ്യയന വർഷത്തിലാണ് പുതിയ കെട്ടിടത്തിൽ പഠനം തുടങ്ങിയത്. 2010 ഞങ്ങൾ അന്നൊന്നും ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ല. അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെല്ലാം അമ്മമാർക്ക് അവരെ വീട്ടിൽ നിർത്തിയിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതി. ചിലർ അത് കാരണം ഭർത്താവ് പിണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവരെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളത് കഴിഞ്ഞ ഭരണസമിതിയിൽ 2010 നിന്ന നിൽപ്പിൽ ഞങ്ങളൊരു സ്കൂൾ അങ്ങ് തുടങ്ങി. ഞങ്ങൾക്ക് ഇതിന്റെ ബയലയോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. 2010 അന്നിരുന്ന പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ ഒരാൾ സൗജന്യമായിട്ടൊരു കെട്ടിടം തന്നു. ആ കെട്ടിടത്തിൽ അങ്ങ് പ്രവർത്തനം ആരംഭിച്ചു. 2 അധ്യാപകരെ വെച്ച് ഒരു ആയയും വെച്ച് പ്രവർത്തനം ആരംഭിച്ചു. പക്ഷെ ഈ ഭരണസമിതി കയറിയപ്പോൾ ഇത് അങ്ങനെയല്ല എന്ന് കരുതി ഞങ്ങൾ അതിന് അവിടെ വേറൊരു ഇടപെടലൊക്കെ നടത്തിയപ്പോൾ അവിടെ അടുത്തുള്ള ഒരാൾ 13 സെന്റ് വസ്തു സൗജന്യമായി തന്നു. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരുപാട് നല്ല ആൾക്കാരുണ്ടല്ലോ. എത്ര കുട്ടികളുണ്ട്? ആ സ്കൂൾ അപ്പോൾ തന്നെ ഞങ്ങള് 13 സെന്റ് വസ്തു സൗജന്യമായി തന്നപ്പോ അവിടെ തന്നെ ഈ സ്കൂള് പണിതു. അപ്പോൾ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഞങ്ങൾ പൈസ വെച്ച് 5 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെ ഇതും കൂടെ വെച്ച് 47 ലക്ഷം രൂപ ചെലവഴിച്ച് നല്ല 2 നില കെട്ടിടം പണിതു. ഞങ്ങൾ ഇപ്പൊ ഇനി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് അല്പമൊക്കെ ബുദ്ധിയുള്ള കുട്ടികളുണ്ട്, അതുപോലെ തന്നെ വൈകല്യം കുറഞ്ഞ കുട്ടികളുണ്ട്. അവരെ എങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? എത്ര ഞങ്ങൾക്ക് എല്ലാം കൂടെ 48 പേരുണ്ട്. എങ്കിലും റെഗുലറായിട്ട് ക്ലാസ്സിൽ വരുന്നത് 25-നും ഒരു 20-നും ഇടയ്ക്ക് കുട്ടികളെ റെഗുലറായിട്ട് ക്ലാസ്സിൽ വരും. കാരണം രാവിലെ എഴുന്നേറ്റ് ഇവർ വരാൻ നിൽക്കുമ്പോൾ വീട്ടിൽ തന്നെ ഉടക്കുണ്ടാക്കും. ഒരു ബസ്സുണ്ട്, അതൊക്കെ ഞങ്ങൾ പ്രോജക്റ്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്കൂൾ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയാണ്. പറയൂ. ഈ സ്കൂൾ തുടങ്ങിയതിന് ശേഷം എനിക്ക് അവനെ അവിടെ ആക്കിയിട്ട് എല്ലാ വർക്കിനും പോകാൻ പറ്റുന്നുണ്ട്. ഇല്ലാത്തപ്പോൾ ഞാൻ അവനെ നോക്കിയിരിക്കും. അച്ഛൻ മാത്രമേ പണിക്ക് പോയിട്ടുള്ളായിരുന്നു. എത്ര വയസ്സായി അവന്? മോന് 19. ഇപ്പൊ ജോലി എന്താ ചെയ്യുന്നത്? ആശാവർക്കറാണ്. മോനെ അവിടെ ആക്കിയിട്ട് ജോലി? മോനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വണ്ടി വരും രാവിലെ 8:30 അവന് എന്തെങ്കിലും സ്വയം കൈം ചെയ്യാനൊക്കെ കഴിവുണ്ടോ? ഇല്ല. ഭക്ഷണം കഴിക്കാൻ അതൊക്കെ വാരി കഴിച്ചോളൂ. ഈ സ്കൂളിൽ ചേർത്ത ശേഷം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്? ഒരുപാട് മാറ്റമുണ്ട്. മറ്റു കുട്ടികളായിട്ടൊക്കെ കളിക്കുകയൊക്കെ ചെയ്യും. അതില് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറയാൻ 4 വയസ്സുള്ളൊരു കുട്ടി, അതായത് ഒരു 6 മാസത്തിന്റെ പോലും വളർച്ച ഇല്ലാത്ത തരത്തിൽ ഇങ്ങനെ കൈ രണ്ടും ഇങ്ങനെ വെച്ച് മേലോട്ട് ഇരിക്കത്തേ ഉള്ളായിരുന്നു. അമ്മ എപ്പോഴും ഇങ്ങനെ മടിയിലെടുത്ത് വെക്കും, ആ കുഞ്ഞിങ്ങനെ മേലോട്ട് നോക്കിയിരിക്കും, കൈ രണ്ടും ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ അതിന്റെ അച്ഛനാണെങ്കിൽ അവിടെ ഒരു അമ്പലത്തിൽ ശാന്തിക്ക് പോകും. അപ്പോൾ ഇത് ഞങ്ങളോട് പറഞ്ഞ് പ്രസിഡന്റ് ഇങ്ങനെ ഒരു ഇതുണ്ട്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, എന്ത് ബുദ്ധിമുട്ടിയാലും ഞങ്ങൾ നോക്കിക്കോളാം, കൊണ്ടുവരാൻ പറഞ്ഞു. ആ കുട്ടി ഇപ്പൊ നല്ല മിടുക്കനായിട്ട് നടക്കുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഇത്തിരി മെന്റൽ പ്രോബ്ലം ഉണ്ട്. ഈ കുട്ടിയെ ആരെടുത്തും കൊടുക്കുകയോ ഇടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല, തറയിലും വെക്കത്തില്ല. അവരിങ്ങനെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന ഈ കുട്ടി ഇങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇപ്പോഴും അവൻ ഇങ്ങനെ മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ആഹാരങ്ങളെല്ലാം കഴിക്കും. ഇല്ലാണ്ട് അവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചിയുണ്ട്, ഒരു ദിവസം മീനുണ്ട്, പിന്നെ വെജിറ്റബിൾ ഉണ്ട്. ഇങ്ങനെയാണ് കൊടുക്കും. മാട്ടിറച്ചി, കോഴിയിറച്ചി, ഇങ്ങനെ തിരിച്ചുള്ള ഓരോ ദിവസം ഞങ്ങൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചാണ് അവിടെ ഈ ആഹാരവും ഈ കുട്ടി കഴിക്കുന്നത്. 100 ദിവസം പൂർത്തിയാക്കിയവർ 93 പേരേ ഉള്ളൂ. അന്ന് പറഞ്ഞാൽ അത്രയും കുറവാണോ നിങ്ങൾക്ക് കിട്ടുന്ന പദ്ധതികൾ? സാറേ, കുറവല്ല. ഇപ്പോഴും ഈ അടുത്ത സമയത്തുള്ളതെന്ന് വെച്ചാൽ പുരയിടങ്ങളിൽ ഈ മഴക്കുഴി എടുപ്പായിരുന്നു. കുഴിയെടുക്കണം. അപ്പോഴും മഴക്കുഴി എടുപ്പ് ഒത്തിരി പിന്നെ പ്രായം തികഞ്ഞവരുണ്ട് നമ്മളവിടെ തൊഴിലുറപ്പിന്. കൂടുതലും പ്രായമുള്ള അവർക്ക് ബുദ്ധിമുട്ട്. ഈ തൊഴിൽ കാർഡ് എടുത്ത 4000-ഓളം പേരുണ്ട് അല്ലേ? ഉണ്ട്. അവരെല്ലാവരും തൊഴിലിനായിട്ട് വരുമോ? വരുന്നുണ്ട്. അതുകൊണ്ടാണോ ഈ ദിവസം കുറയുന്നത്? അല്ല സാറേ, ദിവസം കുറഞ്ഞതിൽ അത് നമ്മുടെ കുഴപ്പം കൊണ്ടോ അല്ലെ തൊഴിലുറപ്പുകാരുടെ കുഴപ്പമല്ല. ഗവൺമെന്റ് ഇറക്കുന്ന ചില നിയമങ്ങൾ അനുസരിച്ച് ഞങ്ങൾക്ക് ആ നിയമം പാലിക്കപ്പെടുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വരുന്നു. ഈ വർഷം തൊഴിലുറപ്പ് ആരംഭിച്ചപ്പോൾ പറഞ്ഞൊരു നിബന്ധന എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു APL BPL വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഭൂമി കൃഷി ചെയ്യാം. പക്ഷെ ഈ വർഷം പണി ആരംഭിച്ചപ്പോൾ പറഞ്ഞ് അത് പറ്റത്തില്ല. ആദ്യം BPL ലിസ്റ്റിൽപ്പെട്ടവരുടെയും SC ST-കാരുടെ ഭൂമിയിലും മഴക്കുഴി എടുത്തതിന് ശേഷമേ പറ്റൂ. SC ST-കാരുടെ ഭൂമി എന്ന് പറയുമ്പോൾ ST ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇല്ല.
SC ഉള്ളൂ. SC-കാർക്കെന്ന് പറയുമ്പോൾ 3 സെന്റ് 2 സെന്റ് അതിലൊരു വീടും ഒരു ഭൂമിയില്ല. പക്ഷെ മഴക്കുഴി എടുക്കുകയും വേണം. പിന്നെ ഇതെല്ലാം കണ്ടുപിടിച്ചെടുത്ത് വെക്കുന്ന കണക്കൊക്കെ ചെയ്ത് അത് ഇല്ല എന്ന് ഉറപ്പ് വന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം അടുത്ത BPL വരുമ്പോഴും ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ വിധവകൾ കുടുംബനാഥയായിട്ടുള്ള റേഷൻ കാർഡിന്റെ ഉടമയുള്ള പെരേട അങ്ങനെയൊക്കെ വന്ന ചില ബുദ്ധിമുട്ടുകൾ. മഴക്കുഴി എന്ന് പറഞ്ഞാൽ ഈ അവിദഗ്ധ തൊഴിലാളികളെന്നാണ് പറയുന്നത്, പ്രായം ചെന്നവരാണ്. ഈ മഴക്കുഴിയിൽ അവർ ഇറങ്ങിയാൽ പിന്നെ പിടിച്ചു കെട്ടണമെങ്കിൽ 2-3 പേര് വേണം. ആ തരത്തിലുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളുമാണ് അതിലുള്ളത്. അപ്പോൾ അതിന്റെയൊക്കെ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ നിയമത്തിനനുസരിച്ച് പോകുമ്പോൾ അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ ആദ്യം അതിന്റെ ചില ബുദ്ധിമുട്ടുകളാണ് വന്നത്. പക്ഷെ APL BPL വ്യത്യാസമില്ലാതെ എല്ലാ ഭൂമിയും കൃഷി ചെയ്യാനും അതുപോലെ തോട് സംരക്ഷണമൊന്നും ആദ്യം എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങളൊക്കെ നെട്ടോട്ട് ഓടിയതാണ് തോട് സംരക്ഷണം. ഇത് അവസാനം വന്നപ്പോ പറയും തോട് സംരക്ഷണം. അപ്പോഴതിൽ വെള്ളവും ഇല്ല, തോട് എവിടാന്ന് തൊട്ട് അറിയത്തില്ല. ആ സ്ഥിതിയിലാവും. 2 കൊച്ചുകൂട്ടുകാരോട് ഇരിപ്പുണ്ടല്ലോ. അതെ, പറയൂ. ബാലസഭയുടെ പ്രവർത്തനത്തെക്കുറിച്ച്. ബാലസഭയുടെ പ്രവർത്തനം കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് അവർ എടുത്തു തരുന്നത്. മാത്രമല്ലാത്ത സഹവാസ ക്യാമ്പുകൾ. നമ്മുടെ ബാലസഭയിൽ തന്നെ നമുക്ക് നിയമസഭ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ അടിസ്ഥാന വകുപ്പ് മന്ത്രിയായിട്ടായിരുന്നു ഞാൻ. അപ്പോൾ അടിസ്ഥാന വകുപ്പ് മന്ത്രി. അപ്പോൾ റിയലായിട്ട് തന്നെയുള്ള ഒരു നിയമസഭയായിരുന്നു അവിടെ ഇത് നടന്നത്. അങ്ങനെയൊന്നുമില്ല. അല്ലാതെ നിങ്ങൾ എന്താ ചെയ്യാ അവിടെ? പ്രദേശത്തുള്ള ഈ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരെയുള്ള ഇതാക്കാനുള്ള ഒരു പരിശ്രമം. ഞാൻ ആനന്ദ്. ഞാൻ പടിഞ്ഞാറവേല വാർഡിലെ ദീപം ബാലസഭ യൂണിറ്റിൽ നിന്ന് വരുന്നു. ഈ ബാലസഭയിൽ നമ്മൾ കുട്ടികൾ നമ്മുടെ അറിവുകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും അവർക്കറിയാവുന്നത് ഇങ്ങോട്ട് നമ്മുടെ അറിവിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കൂട്ടുകാർക്കുണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ അമ്മ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ കുടുംബശ്രീയിലുണ്ടായിരുന്നു. അതിലൂടെയാണ് ഞാനും ബാലസഭയിലേക്ക് എത്തുന്നത്. ആദ്യം ഞാൻ അവിടെ ഒരു കൂട്ടുകാരനെ പോലെ ചെന്നിരിക്കുകയായിരുന്നു. അപ്പോൾ എന്റെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പാട്ട് പാടുകയും അവിടെ പല പല കളികൾ അറിവുകളും എല്ലാം പറഞ്ഞു തരുമ്പോൾ ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയും പിന്നെ ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു ഞാനും വലുതാകുമ്പോൾ ഇതേപോലെ ഓരോ സ്ഥാനത്തെത്തണമെന്ന്. ആനന്ദ പടിഞ്ഞാറേ വയല അല്ലേ? പടിഞ്ഞാറേ വയല. വയലായ്ക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഡോക്ടർ വയല വാസ്തവമുള്ള സാറ് നമ്മുടെ നാട്ടുകാരനാണ്. വയല വാസ്തവമുള്ള സാറിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാറിന്റെ മരണ ദിവസത്തിലൊക്കെ നമ്മൾ ആദരിക്കും, ചടങ്ങുകളൊക്കെ നടത്താറുണ്ട്. പിന്നെ സാറിനെ പ്രതിനിധീകരിച്ച് നമ്മൾ ബാലസഭയിലെ കുട്ടികൾ നാടക കളരികൾ രൂപീകരിക്കും. സാറിന്റെ പ്രധാന നാടകങ്ങളായ തേൻകനി തുടങ്ങിയ തീർച്ചയായിട്ടും നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ആരാണ് നാടകം പഠിപ്പിക്കുക അവിടെ? നാടകം പഠിപ്പിക്കാൻ സാറിന്റെ ശിഷ്യന്മാരുണ്ട്. തന്നെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അപ്പോ ഒരു പാട്ട് പാടാലോ? എങ്ങനെ, കൂട്ടപ്പാട്ട് പാടുവോ ഒറ്റപ്പാട്ട് പാടുവോ? കൂട്ടപ്പാട്ട് പാടാം. വാനിലെ വെള്ളിപ്പറവകൾ പോലെ ഉയരുക ഒരു നവഗാനവുമായി, അമ്മ പകർന്ന പാലിൻ ഗന്ധം ഒന്നാണൊന്നാണൊന്നാണ്, നമ്മളൊന്നാണൊന്നാണൊന്നാണ്. വാനിലെ വെള്ളിപ്പറവകൾ പോലെ ഉയരുക ഒരു നവഗാനവുമായി, അമ്മ പകർന്ന പാലിൻ ഗന്ധം ഒന്നാണൊന്നാണൊന്നാണ്, നമ്മളൊന്നാണൊന്നാണൊന്നാണ്. നമ്മുടെ ചോരയ്ക്കൊരേ നിറം, നമ്മുടെ ജീവനിലൊരേ നില, നമ്മുടെ ചോരയ്ക്കൊരേ നിറം, നമ്മുടെ ജീവനിലൊരേ നില. നമ്മുടെ ജനനവും ഒരുപോലെ, നമ്മുടെ മരണവും ഒരുപോലെ, നമ്മുടെ ജനനവും ഒരുപോലെ, നമ്മുടെ മരണവും ഒരുപോലെ. ആകെയുള്ള സംരംഭങ്ങളിലെ ബ്യൂട്ടി പാർലർ 2 എന്താണ് അതിന്റെ ഉദ്ദേശം?
ബ്യൂട്ടി പാർലർ സാധാരണ ഞങ്ങളുടെ മലയോര മേഖലയാകുമ്പം ദൂരൊക്കെ ആളുകളൊക്കെ വന്ന് ഒരുക്കുന്നതും മറ്റേ ടൈലറിങ്ങും കൂടെ ഉണ്ട് അതിനോടൊപ്പം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുക്കുന്നതിനൊക്കെ ഒരുപാട് പൈസയാകും. അപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ആകുമ്പോഴത്തേനുള്ളവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് അത് നടത്തുമ്പോഴത്തേനും ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികം അതിൽ പിന്നെ കുറച്ച് കിട്ടുകയും ഞങ്ങളെ തന്നെ അയൽക്കൂട്ടങ്ങളിലുള്ള പാവപ്പെട്ട കുട്ടികൾക്കാകുമ്പോൾ അവർ ചെറിയ തുച്ഛമായ അവർക്കുള്ള കുറച്ച് അടിസ്ഥാനമായിട്ടുള്ള പൈസ കൊടുത്തുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും. പുറത്തോട്ടൊക്കെ പോയാൽ ജീവിതമാർഗമാണ്. പക്ഷെ ആരാണ് വരുന്നത്? ഈ ബ്യൂട്ടി പാർലറിൽ വരുന്നവരാരൊക്കെയാണ്? കല്യാണക്കാരുണ്ട്, കല്യാണത്തിന് പ്രത്യേക അവസരങ്ങളിൽ ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും ഒക്കെ ഒരുക്കം ഉണ്ടായിരിക്കുന്നു. ദിവസവും സൗന്ദര്യം ബ്യൂട്ടി പാർലർ നിങ്ങൾ ഈ ഇത് മാത്രമാണോ അതോ ഈ മാല ബൊക്ക അത്രയും കാര്യങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടാണോ? അല്ല, അവര് പ്ലാസ്റ്റിക് നമ്മളെ ഈ പേപ്പർ വെയിറ്റ് അതുകൊണ്ടുള്ള ആഭരണ നിർമ്മാണം ഉണ്ട്. കല്യാണത്തിന്റെ ഒരുക്ക് എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ബ്യൂട്ടി പാർലറിൽ വന്നിട്ട് ആൾക്കാരെ ഒരുക്കി വിടുക മാത്രമാണോ? അല്ല, കല്യാണ സ്ഥലത്ത് വന്ന് ഒരുക്കുന്നുണ്ട്. കല്യാണ മണ്ഡപങ്ങളിൽ തലേ ദിവസം വീട്ടിലും വന്ന് ഒരുക്കും. അല്ല, അതിനോടനുബന്ധിച്ച് മറ്റു സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തയ്യൽ രണ്ടുപേർക്കും ടൈലറിങ്ങും കൂടാണ് ഇതിനോടൊപ്പം ഉള്ളത്. അല്ല, ഈ ലിസ്റ്റിൽ പറയുന്നുണ്ട് ഒരു കല്യാണത്തിനുള്ള എല്ലാ സംരംഭങ്ങളും ഉണ്ട്. ഷാമിയാന പന്തൽ യൂണിറ്റ് ഉണ്ട്. അപ്പൊ പന്തൽ നിങ്ങൾ ചെയ്തു കൊടുക്കും. കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം ഒരുക്കി കൊടുക്കും. ബ്യൂട്ടി പാർലർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ട സൗന്ദര്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഫർണിച്ചർ യൂണിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീട് ഉണ്ടാക്കണമെങ്കിൽ പ്രൊവിഷൻ സ്റ്റോർ ഉണ്ട്. അപ്പം സാധനങ്ങൾ സപ്ലൈ ചെയ്യണമെങ്കിൽ അതെല്ലാം ചെയ്യാം. അപ്പൊ അതെല്ലാം നല്ല കാര്യങ്ങളാണ്. മദ്യമുക്ത പഞ്ചായത്താക്കുന്നതിന്റെ ഒരു തീവ്ര പരിപാടിയിലാണ് പഞ്ചായത്ത്. അതിൽ കുടുംബശ്രീയുടെ പങ്ക് പ്രധാനമായിട്ടുമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് അതിന്റെ ഉദ്ഘാടനം ചെയ്തത്. മാർക്ക് ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങളത് ആ ഒരു പദ്ധതി ഏറ്റെടുക്കാൻ തന്നെ കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഞ്ചായത്ത് 21 വാർഡുള്ള ഒരു തികച്ചും ഗ്രാമീണ പ്രദേശമാണ്. എന്നാൽ ഈ ആണുങ്ങളെല്ലാം വേല ചെയ്ത് കൊണ്ടുവരുന്ന പൈസയെല്ലാം വൈകിട്ട് അത് തൂർത്തടിക്കുന്ന ഒരു സ്വഭാവ രീതി കണ്ടതുകൊണ്ട് ഇതിനെ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം എന്നൊരു പരിശ്രമം നടത്തിയതാണ്. അപ്പോഴ് ഞങ്ങളുടെ പഞ്ചായത്ത് ഈ മറ്റ് ഔട്ട്ലെറ്റുകളൊന്നുമില്ല. വേണമെങ്കിൽ ബസ് കയറിപ്പോയ ഈ സാധനം ആ പഞ്ചായത്തിലെത്തും. പക്ഷെ അങ്ങനെ നോക്കിയപ്പോൾ ഇതിനെ ഒന്ന് മോഡലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് വിജയിക്കും. പോരെങ്കിൽ ഞങ്ങൾക്ക് 300 ഇവർ ബസ് കയറിപ്പോയി സാധനം കൊണ്ടുവരും. അപ്പോഴങ്ങനെയൊക്കെയുള്ള എന്തായിരുന്നു ആക്ഷൻ നിങ്ങളുടെ? ഞങ്ങളുടെ ഈ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം ഇത് എങ്ങനെ സംഘടിപ്പിക്കണമെന്നുള്ള കുറെ നാളത്തെ ചിന്തയുടെ ഭാഗമായിട്ട് നമ്മൾ MLA എല്ലാവരുമായിട്ടൊക്കെ കൂടി ആലോചിച്ചിട്ട് ആദ്യം ഞങ്ങൾ ബഹുജന പങ്കാളിത്തത്തോടുകൂടി ഒരു യോഗം വിളിച്ചു ചേർത്ത് മദ്യമുക്ത പഞ്ചായത്താക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും പങ്കാളിത്തം ആവശ്യപ്പെട്ട് അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു യോഗം സംഘടിപ്പിച്ചപ്പോൾ അതിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ശരിക്കും ആളുകൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അങ്ങ് പങ്കെടുത്ത്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു വലിയൊരു പ്രചോദനമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ തീരുമാനിച്ച് എന്നാ ഇത് വിടണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ 3 തരം യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. അതായത് രാഷ്ട്രീയ യോഗങ്ങൾ, എല്ലാവരുടെയും സഹായം വേണമല്ലോ. രാഷ്ട്രീയ യോഗങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ സംസ്ഥാന നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ യോഗങ്ങൾ വിളിച്ചു ചേർത്ത്, യുവജനങ്ങളുടെ യോഗങ്ങൾ വിളിച്ചു ചേർത്ത്, വനിതകളുടെ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ഈ 3 യോഗങ്ങൾ നല്ല വിജയമായപ്പോൾ സ്ത്രീകൾ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങി ഞങ്ങൾ എന്നാണ് ഇതിൽ ഇടപെടേണ്ടത്, ഇതെങ്ങനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ പങ്കാളിത്തം കൂടി വന്നു. മറ്റു 2 വിഭാഗത്തിന്റെ പങ്കാളിത്തം പക്ഷെ ചെറുപ്പക്കാരുടെയും പുരുഷന്മാരുടെയും ഒക്കെ ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ചില കമന്റുകളും രീതികളും ഒക്കെ വന്നു. അല്ല, മറ്റു 2 യോഗങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നടത്തി. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നല്ല പങ്കാളിത്തമായിരുന്നു. പക്ഷെ യുവജനങ്ങളുടെ യോഗം പങ്കാളിത്തം കുറവായിരുന്നു. പക്ഷെ അതിനെല്ലാം ഒരു മാറ്റം. പിന്നെയെന്ന് പറഞ്ഞാൽ 28 ഗ്രന്ഥശാലകളുണ്ട്, 21 വാർഡുണ്ട്, 28 ഗ്രന്ഥശാലകളുണ്ട്, ക്ലബ്ബുകൾ 17 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചാൽ ഇത് വിജയിപ്പിക്കുക എന്നുള്ള ഒരു തോന്നൽ പഞ്ചായത്തിനും കുടുംബശ്രീക്കും ഉണ്ടായി. അങ്ങനെയാണ് ഇത് ഏറ്റുപിടിക്കാൻ കാരണം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ യോഗങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം കുടുംബ യോഗങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് അതിൽ ഈ മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയില്ല എന്നൊരു തോന്നലും കൂടെ മനസ്സിൽ വന്നപ്പോൾ പിന്നെ ഇത് സർവേ നടത്തണം. സർവേ നടത്തിയിട്ട് ഡി അഡിക്ഷൻ സെന്ററിൽ പോകേണ്ടി വരിക കാണും, ചികിത്സ കൊടുക്കേണ്ടിയവർ കാണും. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ചെലവുണ്ട്. അങ്ങനെ പൈസ ചെലവുണ്ടെങ്കിൽ പഞ്ചായത്തിന് 1 രൂപയെങ്കിലും ചെലവഴിക്കണമെന്ന് ഗവൺമെന്റിന്റെ അനുവാദം വേണം.
അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പദ്ധതി തയ്യാറാക്കി ഇപ്പൊ ഗവൺമെന്റിൽ അപ്രൂവലിന് കൊടുത്തിരിക്കുകയാണ്. അത് കിട്ടിയാൽ ഉടനെ ഞങ്ങളിപ്പോ ഇപ്പോഴത്തെ പ്രോജക്റ്റിൽ പൈസയും വെച്ചിട്ടുണ്ട്. ഈ പൈസ കൂടി അപ്രൂവലായി ഗവൺമെന്റിന്റെ ഇപ്പൊ DPCക്ക് അംഗീകാരം കൊടുക്കുന്ന പദ്ധതി അംഗീകരിച്ചു വന്നാൽ ഇനി ഞങ്ങൾ ചെയ്യുന്നത് കുടുംബയോഗങ്ങൾ വിളിച്ചു ചേർത്ത് അതിൽ ഒരു കൺവീനറെ എടുത്തുകൊണ്ട് അത്രയും വീടുകളുടെ 50 വീടുകൾ അടങ്ങുന്ന വീട്ടിന് ഒരാളിന് ആ രൂപത്തിൽ നമ്മളെ 21 വാർഡിലും ഇതിന്റെ ഒരു പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. നന്നായിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഈ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ജഡ്ജസ് നൽകുന്ന മാർക്ക് എത്രയാണെന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത്. ചോദിച്ചു നോക്കാം. ഇറ്റിവ CDSന്റെ മാർക്ക് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ പല സംരംഭങ്ങളും അത് വെറും ഒരു സംരംഭം മാത്രമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ സംരംഭം കൊണ്ട് ജീവിതം കെട്ടിപ്പടുത്ത ജീവിത മാർഗം കണ്ടെത്തിയ ആൾക്കാരാണ്. അപ്പം അതിൻ്റെ സാമ്പത്തികം മാത്രമല്ല, ആ ഒരു ചെറിയൊരു സാമ്പത്തികത്തിലൂടെ അവരുടെ കുടുംബങ്ങൾ രക്ഷപ്പെട്ട് ഇന്ന് മാന്യമായിട്ടും ജീവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു നിലയിലെത്തുന്നത് ഇതുമാതിരിയുള്ള ഇടപെടലുകൾ കൊണ്ടാണ്. അപ്പോൾ അതിൽ ലാഭം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, ഒരു ജീവിത മാർഗം കണ്ടെത്തുക എന്നുള്ളൊരു ഉദ്ദേശം. അപ്പോൾ അതിനെ വളരെ കരുതലോടെ നമ്മൾ ശ്രദ്ധിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ചുമതല കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ പഞ്ചായത്തിലെ ആൾക്കാർ തന്നെ നേരത്തെ കുടുംബശ്രീയുമായിട്ട് പ്രവർത്തിച്ച ആ രംഗത്ത് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട്, പിന്നെ സ്ത്രീ സൗഹൃദമായിട്ടുള്ള പുരുഷൻ അംഗങ്ങളും ഉണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ രംഗത്ത് കൂടുതൽ ഇനിയും ചെയ്യാൻ സാധിക്കും. അതിനുള്ള സാധ്യതകൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എൻ്റെ മാർക്ക് 25-ൽ 17. 25-17 മാർക്ക്. നിവേദിത മാം, ഇറ്റിവ CDSന്റെ മാർക്ക്. ഇറ്റിവ CDSന് ഞാൻ നൽകുന്നത് 25-ൽ 18. 25-ൽ 18 മാർക്ക്. മിനി മാം. എനിക്ക് ഈ ഇട്ടിവ എന്നുള്ള പേര് തന്നെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ തികച്ചും ഗ്രാമീണമായ ഒരു സ്ഥലം, അവിടെ ഉള്ള സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ നടത്തുന്ന ഒരു ശ്രമം. ഒരുപാട് നിങ്ങൾ തന്നെ പറഞ്ഞു ചെന്നെത്താൻ പ്രയാസമുള്ള പ്രദേശങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇട്ടിവ പഞ്ചായത്തിന് ഞാൻ നൽകുന്നത് 25-ൽ 17. 25-ൽ 17 മാർക്ക്. ഇതാ മാം, 15-ൽ എത്ര മാർക്കാണ് ഇട്ടിവ CDSന് നൽകുന്നത്? ഇറ്റിവ CDS നല്ല രുചിയുള്ളതും നല്ല സുന്ദരങ്ങളും നല്ല കലാ അഭിരുചിയുള്ള ഒരുപാട് കാര്യങ്ങൾ, നൂതനങ്ങളായ സംരംഭങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് കണ്ടു. കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയില്ല. എങ്കിലും ഈ സംരംഭങ്ങളെല്ലാം കുടുംബശ്രീ ഒരു അവസരമാണെന്ന് കണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നല്ല സജീവരായിട്ടിരിക്കുന്നത് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് 12 മാർക്ക്. 15-ൽ 12 മാർക്ക്. ബിജു സർ, 10-ൽ എത്ര മാർക്കാണ്? ഇട്ടിവ കുടുംബശ്രീക്ക് ബഡ് സ്കൂളുണ്ട്, മദ്യവിമുക്ത ശ്രമങ്ങളുണ്ട്, പിന്നെ നിങ്ങളുടെ വാർഡുകളുടെ എണ്ണത്തിൻ്റെ 1.5 ഇരട്ടി വായനശാലയുണ്ട്, പിന്നെ വയല വാസുദേവൻപിള്ള സാറിൻ്റെ നാടാണ്. 10-ൽ 7. ഇട്ടിവയുടെ മരച്ചീനി പപ്പടം പോലെ വ്യത്യസ്തമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ജഡ്ജസ് നൽകിയിരിക്കുന്ന ആകെ മാർക്ക് 100-ൽ 71. അയൽക്കൂട്ടമാണ് തുടക്കം. നാട്ടിൻപുറത്തെ ഒരു ചേച്ചിയുടെ വീട്ടിൽ സ്ത്രീകൾ എല്ലാവരും കൂടി ഒത്തുകൂടും. കാര്യങ്ങൾ ചർച്ച ചെയ്യും, ചോദ്യങ്ങൾ ചോദിക്കും, തീരുമാനങ്ങൾ എടുക്കും. അതെ, നിരവധി ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായി ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം